ഗായ്സ്, ഇന്ന് നമുക്കൊരു സോയ ചങ്ക്സ് റെസിപ്പി കണ്ടാലോ. ഇത് കുറച്ച് വെറൈറ്റിയാണ്. തലേദിവസം കുതിർത്തി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ്, പിന്നെ കുഞ്ഞുള്ളി, വെളുത്തുള്ളി, അതേപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചതച്ച് വെച്ച് റെഡിയാക്കി വെക്കുക. ഇനി ഒപ്പം തന്നെ നമ്മൾ കുതിർത്തി വെച്ച സോയാബീൻ ഇല്ലേ, അതും കൂടെ ക്രഷ് ചെയ്ത് വെക്കണേ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചതച്ച് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി, വെളുത്തുള്ളി എന്നിവ ആഡ് ചെയ്ത് ഉപ്പും കൂടെ ഇട്ട് നന്നായി വഴറ്റി വരുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാശ്മീരി ചില്ലിയുടെ ആ ക്രഷ് ചെയ്തിട്ടുള്ളത് അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായി വഴണ്ട് പച്ചമണം മാറി വരുമ്പോൾ കറിവേപ്പിലിട്ട് വഴറ്റുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ, ഒരു പിടിയോളം തേങ്ങയിട്ട് തേങ്ങയുടെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്ന വരെ വറുത്തെടുക്കാം. ഇനി മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി ആൻഡ് മല്ലിപ്പൊടി ഇത്രയും ഇട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോയ ചങ്ക്സ് ക്രഷ് ചെയ്തത് അത് ആഡ് ചെയ്ത് നന്നായി ഇളക്കി മൂടി വെച്ച് ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക. അതായത് മൂടി വെക്കുക, ഇളക്കി കൊടുക്കുക. അങ്ങനെ കുറേ നേരം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ലുക്കുള്ള സോയാബീൻ റെഡിയാണേ. നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്.